അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറുല്ലാ അമ്മാ ബഅദ്. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറി നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ പരസ്പരം സ്നേഹവും ഐക്യവും വർദ്ധിച്ച് വീട്ടിൽ നല്ല റാഹത്തും നമ്മുടെ എല്ലാ കാര്യത്തിൽ ബറക്കത്തും ഉണ്ടാകുവാനും, നമ്മുടെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളും മാറി നമ്മുടെ ജീവിതം കളറാകാൻ, ജീവിതം റാഹത്താകാൻ, വലിയ സന്തോഷവും ആനന്ദവും നമുക്ക് ലഭിക്കാൻ, നമ്മുടെ ഓരോ ഉദ്ദേശങ്ങൾ, ഓരോ മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ നമുക്ക് നിറവേറ്റിത്തരാൻ, നമ്മുടെ ജീവിതം തന്നെ ഉന്നത വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ വലിയ ശ്രേഷ്ഠതയേറിയ ഒരു സൂറത്താണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സൂറത്തിൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ എത്രയോ പറയാനുണ്ട്. എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് കുടുംബങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർക്ക് സമാധാനം ലഭിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതം റാഹത്തായിട്ടുണ്ട്. അതായത് സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവർ, നിത്യ ചിലവിന് പോലും കയ്യിൽ പണമില്ലാതെ കുടുംബത്തിലും മറ്റുമൊക്കെ സാമ്പത്തിക എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത്, പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ആ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങി പിന്നീട് ആ കടം വീട്ടാൻ കഴിയാതെ അവസാനം ആത്മാർത്ഥതയുടെ വക്കിലെത്തിയ എത്രയോ ആളുകളുണ്ട്. ഈ സൂറത്ത് 11 പ്രാവശ്യം മഗ്‌രിബിന് ശേഷം ഓതിയിട്ട് അവരുടെ ആ കടങ്ങളെല്ലാം വീടി സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം മാറി ജീവിതത്തിൽ സന്തോഷമായവർ. സാമ്പത്തികം എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ടോ ആ പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടും. രോഗങ്ങളുള്ളവരുടെ രോഗങ്ങൾ മാറിക്കിട്ടും. ഈ സൂറത്ത് പതിവാക്കുന്നവരുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല മാരകമായ രോഗങ്ങൾ നൽകി അവരെ പരീക്ഷിക്കില്ല. മാത്രമല്ല, കല്യാണം ശരിയാകാതെ എത്രയോ ചെറുപ്പക്കാരായിട്ടുള്ള സഹോദര സഹോദരിമാർ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരൊക്കെ ഈ സൂറത്ത് പതിവായി ഓതുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അവർ ഇഷ്ടപ്പെടുന്ന, അവർ ആഗ്രഹിക്കുന്ന, അവർക്ക് അനുയോജ്യമായ നല്ല സ്വാലിഹത്തായ ഇണയെ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകും. അതുപോലെ വീടില്ലാത്തവർക്ക്, മറ്റു പല പ്രയാസങ്ങളിലും പ്രതിസന്ധികളും അകപ്പെട്ടവർ, അവരൊക്കെ ആ പ്രശ്നത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഈ സൂറത്ത് എല്ലാ ദിവസവും 11 പ്രാവശ്യം പതിവായി മഗ്‌രിബിന് ശേഷം ഓതിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആ പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, പ്രതിസന്ധികൾ വരുന്ന സമയത്ത്, എന്തെങ്കിലും കുടുക്കിൽ അവർ പെട്ടുപോയാൽ ആ കുടുക്കിൽ നിന്നും അവർക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ഓതാൻ നിർദ്ദേശിച്ച സൂറത്താണ് ഈ സൂറത്ത്. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ഈ സൂറത്ത് ഓതുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഈ സൂറത്ത് ഓതുന്നതിലൂടെ മാറിക്കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് മുത്തുനബി സ്വഹാബത്തിങ്ങൾക്ക് ഈ സൂറത്ത് ഓതാൻ വേണ്ടി നിർദ്ദേശിച്ചത്. ഈ സൂറത്ത് ഓതുന്നവരുടെ വീട്ടിൽ മോശപ്പെട്ട സ്വഭാവം ഉള്ള ആളുകൾ ഉണ്ടാകില്ല. അതായത് ഉപ്പ, ഭർത്താവ്, ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ മോശപ്പെട്ട സ്വഭാവം ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആ വീട്ടിൻ്റെ എല്ലാ സമാധാനവും അതോടുകൂടി നഷ്ടപ്പെടും. ആ വീട്ടിൽ പിന്നീട് ബറക്കത്ത് ഉണ്ടാകില്ല. ആ വീട്ടിൽ താമസിക്കാൻ തന്നെ ഒരു സുഖവും ഒരു സന്തോഷവും
ഒരു സമാധാനവും ഉണ്ടാകില്ല. എന്നാൽ ഈ സൂറത്ത് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ പതിവായി മഗ്‌രിബിന് ശേഷം 11 പ്രാവശ്യം ഓതുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഉപ്പയ്ക്കും ഭർത്താവിനും ഭാര്യയ്ക്കും മക്കൾക്കും സഹോദരങ്ങൾക്കും പേരമക്കൾക്കും എല്ലാവർക്കും പരസ്പരം വലിയ ഐക്യവും സ്നേഹവുമായിരിക്കും. ആ കുടുംബജീവിതം തന്നെ റാഹത്തായിരിക്കും, സന്തോഷമായിരിക്കും, ആനന്ദമായിരിക്കും. മാത്രമല്ല നമ്മുടെ വീട്ടിലെ ഭർത്താവിനും മക്കൾക്കും ഉപ്പാക്കുമൊക്കെ ഒരു ഉത്തരവാദിത്വ ബോധമുണ്ടാകും. അതായത് അവർ ജോലിക്ക് പോകാതെ കുടുംബം നോക്കാതെ കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കാതെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ആ ഒരു മനസ്സ് മാറി അവർ പിന്നീട് ജോലിക്ക് പോകും. മക്കളെയും ഭാര്യയെയും കുടുംബവുമൊക്കെ നല്ലതുപോലെ നോക്കുകയും കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവർ നല്ലതുപോലെ ഭംഗിയായി ചെയ്യുകയും കുടുംബത്തെ നല്ലപോലെ സ്നേഹിക്കുകയും ചെയ്യും. ഒരു ഉത്തരവാദിത്വ ബോധം അവർക്ക് ഈ സൂറത്ത് ഓതുന്നതിലൂടെ ഉണ്ടാകും. അവർ ഓതണമെന്നില്ല, വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ ഓതിയാൽ തന്നെ ആ വീട്ടിലുള്ള എല്ലാവരും നല്ല ഉത്തരവാദിത്വ ബോധവും നല്ല സ്നേഹമുള്ളവരായി തീരുകയും ചെയ്യും. അതുപോലെ അവർ ചെയ്യുന്ന ജോലിയിലും അവർ ചെയ്യുന്ന ബിസിനസ്സിലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യും. അതുകൊണ്ട് അവരുടെ ജോലിയിൽ നല്ല ഉയർച്ച ഉണ്ടാകും, ഉയർന്ന സാലറി ലഭിക്കും, പ്രമോഷൻ ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ബിസിനസ് ഉന്നത വിജയത്തിലേക്കെത്തും. ഇനി പ്രിയപ്പെട്ടവരെ, കടങ്ങൾ ഉള്ളവരുടെ വീടുകളിലാണ് ഈ സൂറത്ത് ഓതുന്നതെങ്കിൽ അവർക്ക് എത്ര തന്നെ തുക കടങ്ങൾ ഉണ്ടെങ്കിലും ആ കടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ വീട്ടിത്തരുന്നതാണ്. അത് വീട്ടാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. മാത്രമല്ല പിന്നീട് മരണം വരെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തിൽ ദാരിദ്ര്യമുണ്ടാകില്ല, സമ്പത്ത് വർദ്ധിക്കും, ഐശ്വര്യമുണ്ടാകും, നിങ്ങളുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് എല്ലാ ദിവസവും 11 പ്രാവശ്യം മഗ്‌രിബിന് ശേഷം ഓതുന്ന വീടുകളിൽ ഒരു പ്രയാസവും ഉണ്ടാകില്ല, ഒരു പ്രതിസന്ധിയും ഉണ്ടാകില്ല. അത് സാമ്പത്തികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും മറ്റ് ഏത് മേഖലകളിലും ഏത് സാഹചര്യത്തിലും നിങ്ങൾക്കൊരു പ്രയാസം വരില്ല, ടെൻഷൻ ഉണ്ടാകില്ല. സമാധാനം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വീട്ടിലും ആ വീട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും നൽകുകയുള്ളൂ. ഇത്രയും നമ്മുടെ ജീവിതത്തിൽ വലിയ ഉന്നത നേട്ടങ്ങൾ നേടിത്തരുന്ന ആ വലിയ മഹത്വമേറിയ പരിശുദ്ധ ഖുർആനിലെ ആ സൂറത്താണ് സൂറത്തുൽ ളുഹ. ഈ സൂറത്ത് നിങ്ങൾ ഓതേണ്ടത് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതേ ഇരുപ്പിൽ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾ 11 പ്രാവശ്യം ഓതി തീർക്കുക. ഇങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാർഗമാണ് ഇത് നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഓതണമെന്നില്ല. വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ ഇത് പതിവാക്കിയാൽ മതി. ഇനി എല്ലാ ദിവസവും ഒരാൾക്ക് ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ, പ്രത്യേകിച്ചും സ്ത്രീകൾക്കൊന്നും എല്ലാ ദിവസവും ഇത് പതിവായി ഓതാൻ പറ്റില്ല. അവർക്ക് അശുദ്ധിയുള്ള സമയത്ത് അവർ എന്ത് ചെയ്യുക, അവരുടെ മക്കളെ കൊണ്ടോ ഭർത്താക്കന്മാരെ കൊണ്ടോ ഓതിപ്പിക്കുക, അല്ലെങ്കിൽ സഹോദരന്മാരെ കൊണ്ട് ഓതിപ്പിക്കുക, അല്ലെങ്കിൽ വീട്ടിലുള്ള ഉപ്പയെ കൊണ്ട് ഓതിപ്പിക്കുക. ഇങ്ങനെ നിങ്ങൾ പതിവായി ഈ സൂറത്ത് 11 പ്രാവശ്യം മഗ്‌രിബിന് ശേഷം ഓതിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള സകല പ്രശ്നങ്ങൾക്കും ഈ സൂറത്ത് പരിഹാരമാണ്. പിന്നീട് ഒരു പ്രശ്നങ്ങളോ ഒരു പ്രയാസങ്ങളോ ഒരു പ്രതിസന്ധികളോ ഒരു ബുദ്ധിമുട്ടോ ഒരു കുടുക്കോ ഒരു ടെൻഷനോ അതുപോലെ മറ്റുള്ളവരുടെ നാക്കേറോ കണ്ണേറോ സിഹ്റോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഇരിക്കില്ല. എല്ലാത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ രക്ഷപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാവൽ എപ്പോഴും നിങ്ങളിലും നിങ്ങളുടെ വീട്ടിലുള്ള മുഴുവൻ കുടുംബ അംഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാവലുണ്ടാകും. അല്ലാഹുവിൻ്റെ സഹായം എപ്പോഴും നിങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൽ എവിടെയും പരാജയപ്പെടില്ല. നിങ്ങളുടെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. മാത്രമല്ല
നമുക്കൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടാകും, ഉദ്ദേശങ്ങളുണ്ടാകും. അതൊക്കെയും എളുപ്പത്തിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അത് നമുക്ക് ഖൈറാണെങ്കിലും നമുക്കത് നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളോട് ഞാൻ സ്നേഹത്തോട് പറയുകയാണ്, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പറയുകയാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ഇന്ന് മുതൽ തന്നെ മഗ്‌രിബിന് ശേഷം അല്പസമയം നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് 11 വട്ടം ഈ സൂറത്ത് ജീവിതത്തിൽ പതിവായി ഓതുക. എന്നാൽ നിങ്ങളുടെ വീട്ടിൽ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. മാത്രമല്ല, നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും, നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറിക്കിട്ടും. ജീവിതം സന്തോഷമാകും, ഐശ്വര്യമാകും, റാഹത്താകും, ബറക്കത്തുള്ളതാകും, ജീവിതം തന്നെ കളറാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ വീണ്ടും ഉണർത്തുകയാണ്, നിങ്ങൾ മറക്കാതെ ഓതുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. ഈ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ടെൻഷനുകളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരട്ടെ. ജീവിക്കുന്ന കാലത്തോളം ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ അന്തസ്സോടുകൂടി ജീവിക്കാനും അഭിമാനത്തോടുകൂടി ജീവിക്കാനുമുള്ള സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം, മാനസികമായിട്ടുള്ള ഐശ്വര്യം, ശാരീരികമായിട്ടുള്ള ഐശ്വര്യം നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കുവാനും അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.